ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റൊട്ടീനാണ്. കൂടെ ഞാൻ മീഷോന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കിച്ചണിൽ അധികം ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ കുറേയൊക്കെ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പുറത്ത് നല്ല ഇരുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് നേരെ ഇതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്, നീർദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നീർദോശ ഉണ്ടാക്കുന്ന രീതിയും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, നല്ലപോലെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാത്ത രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ നമ്മളെ ദോശമാവ് റെഡിയാവേ. അങ്ങനെ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് കട്ടയൊക്കെ ഒടിച്ച് നല്ല വൃത്തിക്ക് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ ഇതാ ഞാൻ ചായൻ്റെ വെള്ളത്തിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ബ്രഷും ചേർത്തിട്ട് നമുക്കിത് പാന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ചായക്കുള്ള വെള്ളം നല്ലപോലെ തിളച്ചപ്പോൾ അതിലേക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെ ഒരു 6 മണി ആകുമ്പോഴേക്കും തന്നെ കിച്ചണിലേക്ക് കയറിയാൽ നമ്മളെ പണിയൊക്കെ ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്ക് തീരുന്നുള്ള കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണാം കേട്ടോ. സിമ്പിളാണ്, നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇതാ പാന് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഇതാ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ബെറ്ററായിട്ട് ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നോട് ഒരുപാട് പേര് ഗ്യാസ് സ്റ്റോപ്പിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഗ്യാസ് സ്റ്റോപ്പിനെ കുറിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ. നല്ലതാണോ അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അതാണ് പിന്നെ ഞാൻ അതിന് റിപ്ലൈ തരാഞ്ഞത് കേട്ടോ. നമ്മൾ സ്റ്റീലിൻ്റെ ആണല്ലോ ആദ്യം ഉപയോഗിച്ച് പോന്നിട്ടുള്ളത്, പിന്നെയാണ് ഗ്ലാസിൻ്റെയിലേക്ക് മാറുന്നത് കേട്ടോ. അത് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എടുത്തതാണ് കേട്ടോ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ചെറുതായിട്ടൊന്ന് എനിക്ക് പണി തന്നിട്ടുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് മാറ്റും. പിന്നെ ഇത് വലിയ മോശമൊന്നുമല്ല, നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഒരു 6 മാസമൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ റെഡിയാക്കുമ്പം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ ഒരു ബാറ്റർ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ബാറ്ററും കൂടി ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കാം കേട്ടോ. അപ്പോൾ ദോശ ചുടുമ്പോൾ നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാനിന് നല്ലൊരു ചൂട് വേണം കേട്ടോ. അത് മാത്രമല്ല ഓയിലാവുമ്പം നല്ലപോലെ നമുക്ക് ഈ നീർദോശയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അടിയിൽ ഒട്ടി പിടിക്കാത്ത രീതിയിൽ കുറേ ആൾക്കാർ പറയുന്ന കേൾക്കാം, അടിയിൽ ഒട്ടി പിടിക്കുന്നുണ്ട്, ഇതുപോലെ വേവുന്നില്ല, അങ്ങനത്തെ പല കംപ്ലൈൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഈ ദോശയിലേക്ക് ഞാനൊരു ചട്നി കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളകും ഇട്ടിട്ടൊന്ന് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ഇടാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ചീഞ്ചട്ടിയിലേക്ക് കടുക്, കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതും കൂടി ചേർക്കുക. കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ ഈ ഒരു ചട്ടിനി റെഡിയാവും കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ചട്ടിനിയാണ്, എല്ലാവരും റെഡിയാക്കുന്ന ഒരു ചട്ടിനി കൂടിയാണ് കേട്ടോ. ഇതിലേക്ക് ഗരം മസാല ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലപോലെ തിളപ്പിച്ചെടുത്ത് അതൊന്ന് ഇറക്കി വെക്കും കേട്ടോ. അങ്ങനെ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ പണീൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഈ ദോശ ചുടലും കാര്യങ്ങളൊക്കെ അങ്ങനെ തകൃതിയായിട്ട് പോകും കേട്ടോ. ദോശയൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്. അപ്പുറത്ത് നമുക്ക് വേറെ എന്ത് കുക്ക് ചെയ്താലും നമുക്കിങ്ങനെ ഇടയിലിടയിൽ ദോശ ചുട്ട് കൊടുത്ത് അങ്ങനെ പോയാൽ മതി കേട്ടോ. അങ്ങനെ ദോശ ഞാനവിടെ പാർന്നതിന് ശേഷം വേഗം വന്നിട്ട് ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വല്ലാതെ സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകേണ്ട അത്ര രീതിയിലുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറ്, അതുപോലെ ബാക്കിയുള്ള പാത്രങ്ങൾ, ഇതെല്ലാം നമുക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമ്മളങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ മാക്സിമം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്.
പിന്നെ ഈ ചോറ് വെക്കുന്നതും ഇതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഡെയിലി ഇത് തന്നെ കാണിക്കുമ്പം എല്ലാവർക്കും ഒരു ബോറടിയാണല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഡെയിലി ഒരേ രീതിയിൽ തന്നെ പോകുമ്പം എല്ലാവർക്കും ബോറടിക്കും എന്നുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റം വരുത്തി നല്ല എന്താ പറയുക, നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാവുമ്പോൾ നിങ്ങൾക്കും കാണാനൊരു സുഖമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി സിങ്ക് ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഡൈനിങ് ഹാളിലെ ടേബിൾ മേൽ കുറേ അൽക്കുലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് താഴത്തേക്ക് ഇട്ടു. കാരണം അടിച്ചു കയറ്റി വരാനുള്ളതാണേ. പിന്നെ നമ്മൾ ഈ ഒരു കോർണറിൽ ഒരു ചെടീൻ്റെ ഒരു ഇത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കിങ്ങാണ്ട് അവിടെയും കൂടി ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട്. ഇനി മൊത്തം ഒന്ന് അടിച്ചാരി എടുക്കലാണ്. ആദ്യം തന്നെ നമ്മൾ തട്ടിക്കൊട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുക. വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആ അടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മുറ്റത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. മുറ്റത്ത് കുറച്ച് പരിപാടി ഉണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അവസ്ഥ, മഴ ഉണ്ടോ വെയിലുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടി കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മൊത്തം ഒന്ന് അടിച്ചാരി കൂട്ടുന്നുണ്ട് കേട്ടോ. ഫുള്ളൊന്ന് അടിച്ചാരിയിട്ടാൽ മുറ്റും കൂടി അങ്ങോട്ട് രാവിലെ തന്നെ ക്ലീൻ ആക്കിയാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നേരത്തെ കാലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ താങ്കൾ ചെയ്യാന്നുള്ളത് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജേർണലിങ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഥ, കവിത അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ബുക്കുകൾ വായിക്കുക, അങ്ങനത്തെ ഒക്കെ പല പരിപാടികളാണ് കേട്ടോ. പിന്നെ PSCക്ക് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി ഉണ്ട്. പിന്നെ നമുക്ക് 2 മണിക്കൂർ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോയി അറ്റൻഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈമും ബാക്കി വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പല പരിപാടികൾ ചെയ്യുന്നത്. അതുമാത്രമല്ല എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഞാനിവിടെ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത് തലേന്ന് എടുത്ത വീഡിയോ ആണേ. മീഷോന്നേ അത്രക്കും വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന ചില സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. വലിയ ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് നമ്മുടെ കിച്ചണ് കൗണ്ടർ ടോപ്പൊക്കെ വലിയ സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പികൾ അങ്ങനത്തെ ആൾക്കുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ഒരു സ്റ്റാൻഡ് പോലെയാണ് കേട്ടോ വരുന്നത്. ഇതിൽ നമുക്ക് സെറാമിക്കിൻ്റെ ബോട്ടിൽസ്, പിന്നെ നമുക്ക് ഉപ്പ്, മുളക്, കടുക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓരോ കുപ്പികളും വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി എന്താ പറയുക ഓർഗനൈസർ തന്നെയാണ് കേട്ടോ. ഇത് സംഭവം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. നമ്മൾ പിന്നെ ഇത് ആണിയൊക്കെ വെച്ച് സ്ക്രൂ ചെയ്തുകൊണ്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത് മൊത്തം സെപ്പറേറ്റ് ആയിട്ട് ചെറിയൊരു ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് പാക്ക് ചെയ്തെങ്ങാണ്ടാണ് കിട്ടുക. ഇത് പിന്നെ നമ്മൾ അതെടുത്തിട്ട് ഇതുപോലെ സ്ക്രൂ ചെയ്ത് കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതുപോലെ ഒരു എന്താ പറയുക കുപ്പിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് നല്ലതാണ്. ചെറുപയർ, കടല, അതുപോലത്തെ കുറച്ച് തോനെ നമ്മൾ എടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, സാധനങ്ങൾ, അതെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ഇതിന്മേൽ ഇവിടെ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ള കളറ് ഗ്രേ കളറാണ് കേട്ടോ. അതൊരു 6 എണ്ണം വരുന്ന സെറ്റാണ്. ഈ 6 എണ്ണത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ രീതിയിൽ തന്നെ കഴിയുകയും ചെയ്യും. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ജനലിൻ്റെ ഒരു കോർണറിലാണ് കേട്ടോ. എനിക്ക് കുപ്പിയൊക്കെ വെക്കുമ്പോൾ എന്തോ ഒരു മാതിരി തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുള്ളത്. ഈ 2 സ്റ്റാൻഡും ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മണി പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വേഗം മീഷോ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.